എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിങ്ങിൻ്റെ നെക്സ്റ്റ് ക്ലാസ്സാണ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ കുറച്ച് പ്രോബ്ലംസ് നോക്കിയായിരുന്നു, അതിൻ്റെ കണ്ടിന്യൂഷനാണ്. വാട്ട് ഈസ് ദി എസ്റ്റിമേഷൻ ഓഫ് മില്ലിംഗ് കോസ്റ്റ് ഓഫ് എ റെക്റ്റാങ്കുലർ ബ്ലോക്ക് സൈസ് 100 × 80 × 60 mm? ഒരു റെക്റ്റാങ്കുലർ ബ്ലോക്ക് ഉണ്ട്, 100 × 80 × 60 mm, ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ്. ഇഫ് ദി കോസ്റ്റ് ഓഫ് ദി മില്ലിംഗ് ഈസ് ₹2 per square centimeter. ഓക്കെ, എസ്റ്റിമേറ്റ് ചെയ്യാനാണ് മില്ലിംഗ് കോസ്റ്റ്. ഈ റെക്റ്റാങ്കുലർ ബ്ലോക്കിനെ മില്ല് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന കോസ്റ്റ് മെഷർ ചെയ്യുക. ഓക്കെ, നമുക്ക് എന്തൊക്കെ ഡേറ്റ തന്നിട്ടുണ്ട് അത് കണ്ടുപിടിക്കാനായിട്ട്? റെക്റ്റാങ്കുലർ ബ്ലോക്കിൻ്റെ ഡയമെൻഷൻ തന്നിട്ടുണ്ട്. നമുക്ക് ഒന്നുകൂടെ മാർക്ക് ചെയ്യാം. ഇതാണ് നമ്മുടെ റെക്റ്റാങ്കുലർ ബ്ലോക്ക്. ഓക്കെ, ഇത് 100 എന്ന് തന്നിട്ടുണ്ട്, ഇതിൻ്റെ ബ്രെഡ്ത്ത് 80 എന്ന് തന്നിട്ടുണ്ട്, ഹൈറ്റ് 60 എന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇത് വെച്ചുകൊണ്ട് കോസ്റ്റ് ഓഫ് ദി മില്ലിംഗ് ഈസ് ₹2 per centimeter square. കോസ്റ്റ് എന്ന് പറയുന്ന ₹2 per centimeter square ആണ്. 1 സെൻറ്റിമീറ്റർ സ്ക്വയർ മില്ല് ചെയ്യാൻ വേണ്ടി 2 രൂപയാണ്. അപ്പോൾ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ടോട്ടൽ ഏരിയ എത്രയാണ് നമ്മൾ കണ്ടുപിടിച്ചാൽ പോരെ? ഏരിയ എന്ന് പറയുന്നത് സർഫസ് ഏരിയ ആണ്. ഈ സർഫസിൻ്റെ ഏരിയ കണ്ടുപിടിക്കുക. ഇതുപോലെ തന്നെയാണല്ലോ സെയിം ഇവിടുത്തെ സർഫസും, ശരിയല്ലേ? ഇപ്പോൾ 2 സർഫസായി. പിന്നെ അതുപോലെ ഈ സർഫസ് കണ്ടുപിടിക്കുക. ഇതുപോലെ തന്നെയാണല്ലോ ഈ സർഫസും. അപ്പോൾ 3, 4 ആയി. ഇനി മുകളിലത്തെ സർഫസ്, അതുപോലെ താഴത്തെ സർഫസ്, ശരിയല്ലേ? അപ്പം നമുക്ക് ഓരോന്നിൻ്റെ ഏരിയ കണ്ടുപിടിക്കാം. ഓക്കെ, നമുക്ക് ടോട്ടൽ സർഫസ് ഏരിയയാണ് ആവശ്യം. അപ്പോൾ ഓരോ ഏരിയയും കണ്ടുപിടിക്കാം. എന്താ ഇവിടുത്തെ ഏരിയ നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടുത്തെ ഏരിയ എന്ന് പറയുമ്പോൾ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത് ആണ്. ഇവിടുത്തെ ഇതിൻ്റെ 100 × 60. അപ്പോൾ നമ്മൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത്, നമുക്ക് തന്നിട്ടുള്ള ഡയമെൻഷൻ 100 × 80 × 60 mm. വളരെ ശ്രദ്ധിക്കുക, 100 × 80 × 60 mm നമുക്ക് തന്നിട്ടുള്ളത്. ഓക്കെ, കോസ്റ്റ് പറഞ്ഞിരിക്കുന്ന സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. അപ്പോൾ ഈ ഉള്ളതിനെ നമ്മൾ എന്താക്കി മാറ്റുക? സെൻറ്റിമീറ്ററിലേക്ക് ആദ്യം തന്നെ മാറ്റുക. 100നെ സെൻറ്റിമീറ്ററിലേക്ക് മാറ്റാൻ വേണ്ടി എന്ത് ചെയ്യുക? 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. അപ്പോൾ എന്തായി? 10 ആയി. 80യെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 8 ആയി. 60യെ 10 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 6 ആയി. ഇത്രയും സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. ഓക്കെ, അതായത് നമ്മൾ ചെയ്തു. പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ചെയ്തു. 10 × 8 × 6 സെൻറ്റിമീറ്റർ ആണെന്ന് മനസ്സിലായി. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ 100 എന്നുള്ളത് എന്തായി? 10 ആയി. 10 സെൻറ്റിമീറ്റർ ആയി. 80 എന്നുള്ളത് 8 സെൻറ്റിമീറ്റർ ആയി. 60 എന്നുള്ളത് 6 സെൻറ്റിമീറ്റർ ആയിട്ടിരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ സർഫസ് ഏരിയ എന്ന് പറയുന്നത്, ഓക്കെ, സർഫസ് ഏരിയ എന്ന് പറയുന്നത് 10 × 6 സെൻറ്റിമീറ്റർ. അങ്ങനെ 2 സർഫസിൽ ഈ സർഫസും ഉണ്ട്, അതുപോലെ ഈ സർഫസും ഉണ്ട്, × 2. 10 × 6 60. 60 × 2 120 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതിൻ്റെ ഏരിയയായി. ഇനി അടുത്ത സർഫസ് എന്ന് പറയുന്നത് ഇതാണ്, ഇതല്ലേ? അത് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കും? അതിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 8, അതിൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 6 ആണ്. അപ്പോൾ എന്തായി? 8 × 6 സെൻറ്റിമീറ്റർ. അപ്പോൾ അടുത്തത് നോക്കിയേ, 8 × 6 സെൻറ്റിമീറ്റർ ഇൻറ്റു ഈ സർഫസും ഈ സർഫസും, 2 സർഫസായി. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? 8 × 6 എന്തായി? 48 ആയി. × 2 അപ്പോൾ എന്തായി? 96 സെൻറ്റിമീറ്റർ സ്ക്വയർ. ശരിയല്ലേ? ഇനി ഈ സർഫസിൻ്റെ നോക്കിയേ, ഈ സർഫസിൻ്റെ ലെങ്ത് എന്ന് പറയുന്നത് 10 ആണ്, ഇതിൻ്റെ ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 8 ആണ്. അപ്പോൾ 10 × 8 സെൻറ്റിമീറ്റർ. ഓക്കെ, അത് നമുക്ക് നോക്കാം. 10 × 8 സെൻറ്റിമീറ്റർ ഇൻറ്റു ആ ഒരു സർഫസും ഉണ്ട്, അതിൻ്റെ താഴത്തെ ഒരു സർഫസും ഉണ്ട്, അല്ലേ? × 2. 10 × 8 80. 80 × 2 80 × 2 160 സെൻറ്റിമീറ്റർ സ്ക്വയർ. ശരിയല്ലേ? അപ്പോൾ നമുക്ക് എന്താ എഴുതാം? ടോട്ടൽ സർഫസ് ഏരിയ എന്ന് പറയുന്നത് 120 സെൻറ്റിമീറ്റർ സ്ക്വയർ പ്ലസ് 96 സെൻറ്റിമീറ്റർ സ്ക്വയർ പ്ലസ് 160 സെൻറ്റിമീറ്റർ സ്ക്വയർ. ശരിയല്ലേ? നമുക്ക് നോക്കാം.
120 പ്ലസ് 96 പ്ലസ് 160 എത്ര വന്ന് 376 സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലേ. കോസ്റ്റ് ഓഫ് മില്ലിംഗ് എത്രയാണ്? ₹2 പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ അല്ലേ, 2 പെർ സെൻറ്റിമീറ്റർ സ്ക്വയർ. Therefore, total estimated cost for milling is equal to മൊത്തത്തിലുള്ള ഏരിയ എത്രയാണ്? 376 ഇൻറ്റു ഇപ്പോൾ 1 സെൻറ്റിമീറ്റർ സ്ക്വയറിന് 2 രൂപ. അപ്പോൾ 376 സെൻറ്റിമീറ്റർ സ്ക്വയറിന് എന്താ ചെയ്യുക? 376 ഇൻറ്റു 2 ചെയ്യുക. നോക്കാം. 376 ഇൻറ്റു 2 752. മനസ്സിലായോ? ഇതാണ് ടോട്ടൽ എസ്റ്റിമേറ്റഡ് കോസ്റ്റ് ഫോർ മില്ലിംഗ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ നമ്മൾ ചെയ്തത് വളരെ എളുപ്പമാണ്. ഇതിൻ്റെ ഇതുപോലത്തെ ഒരു സർഫസും ഉണ്ട്, ഇതിന് ഓപ്പോസിറ്റായിട്ട് അവിടെ ഉണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ സർഫസ് ഏരിയ കണ്ടുപിടിച്ചിട്ട് ഇൻറ്റു 2 ചെയ്തു. അപ്പോൾ ഇതുമായി. ഓക്കെ, ഇനി ഈ സർഫസും ആയപ്പോൾ അടുത്ത 2 സർഫസായി. ഇനി മുകളിലത്തെ സർഫസും താഴത്തെ സർഫസും, അങ്ങനെ ടോട്ടൽ സർഫസ് ഏരിയ നമ്മളിവിടെ കണ്ടുപിടിച്ചു. അതിനുശേഷം സർഫസ് ഏരിയ കണ്ടുപിടിക്കുന്നത് എന്താണ്? റെക്റ്റാങ്കിളിൻ്റെ ലെങ്ത് ഇൻറ്റു ബ്രെഡ്ത്ത്. അതിനുശേഷം 1 സെൻറ്റിമീറ്റർ സ്ക്വയറിൻ്റെ വില എത്രയും തന്നിട്ടുണ്ടായിരുന്നു, അതേ ഇൻറ്റു മൊത്തത്തിൽ മൾട്ടിപ്ലൈ ചെയ്തു. മനസ്സിലായോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി എസ്റ്റിമേഷൻ ഓഫ് ലേബർ ചാർജ് ഫോർ മേക്കിംഗ് ഇൻസൈഡ് സ്ക്വയർ ഓഫ് സൈസ് 30 × 30 mm ഇഫ് മേക്കിംഗ് ചാർജ് ₹500 പെർ 10 സെൻറ്റിമീറ്റർ സ്ക്വയർ. നോക്കിയേ, എസ്റ്റിമേഷൻ ചെയ്യാനാണ്. ലേബർ ചാർജാണ് എസ്റ്റിമേഷൻ ചെയ്യേണ്ടത് ഫോർ മേക്കിംഗ് ഇൻസൈഡ് സ്ക്വയർ ഓഫ് സൈസ് 30 × 30 mm. അപ്പോൾ ഇതൊരു സ്ക്വയർ പീസാണ്. അതിനകത്ത് നമ്മളൊരു സ്ക്വയർ കട്ട് ചെയ്യുകയാണ്. 30 × 30 mm എന്ന് പറയുന്ന ഒരു സ്ക്വയർ പീസ് കട്ട് ചെയ്യുകയാണ്. അതിൻ്റെ ലേബർ ചാർജാണ് കണ്ടുപിടിക്കേണ്ടത്. അതിൻ്റെ ലേബർ ചാർജ് കണ്ടുപിടിക്കാനായിട്ട് മേക്കിംഗ് ചാർജ് തന്നിട്ടുണ്ട് 500 പെർ 10 സെൻറ്റിമീറ്റർ. 10 സെൻറ്റിമീറ്റർ സ്ക്വയറിന് 500 രൂപയാണ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് എത്ര സെൻറ്റിമീറ്റർ സ്ക്വയറാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? തന്നിട്ടുള്ള 30 × 30 mm ആണ്. അപ്പോൾ ആദ്യം നമുക്ക് ആ ഏരിയ മാറ്റണം. 30 × 30 mm എന്നാണ് തന്നിരിക്കുന്നത്. നമ്മളതിനെ എന്താക്കണം? സെൻറ്റിമീറ്ററിലേക്ക് മാറ്റണം. എന്ത് ചെയ്യുക? ഡിവൈഡഡ് ബൈ 10 ചെയ്യുമ്പോൾ 3 × 3 സെൻറ്റിമീറ്റർ, അതായത് 3 × 3 9 സെൻറ്റിമീറ്റർ സ്ക്വയർ. ഇതാണ് ഇവിടുത്തെ ഏരിയ. ഏരിയ ഓഫ് ഇൻസൈഡ് സ്ക്വയർ. ഇൻസൈഡ് സ്ക്വയറിൻ്റെയാണ് കണ്ടുപിടിക്കാൻ ചോദിച്ചേക്കുന്നത്. അപ്പോൾ ഇൻസൈഡ് സ്ക്വയറിൻ്റെ ഏരിയ 9 സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. നമ്മളെ ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട് മേക്കിംഗ് ചാർജ് എന്ന് പറയുന്നത് ₹500 പെർ 10 സെൻറ്റിമീറ്റർ സ്ക്വയർ, അതായത് 10 സെൻറ്റിമീറ്റർ സ്ക്വയറിന് 500 രൂപ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഫോർ 1 സെൻറ്റിമീറ്റർ സ്ക്വയർ, 1 സെൻറ്റിമീറ്റർ സ്ക്വയറിന് എത്ര രൂപയായിരിക്കും മേക്കിംഗ് ചാർജ്? എന്ത് ചെയ്താൽ മതി? 500 ഡിവൈഡഡ് ബൈ 10 ചെയ്താൽ പോരെ, അതായത് 50 രൂപ. ഫോർ 1 സെൻറ്റിമീറ്റർ സ്ക്വയർ മേക്കിംഗ് ചാർജ് ഫോർ 1 സെൻറ്റിമീറ്റർ സ്ക്വയർ, 1 സെൻറ്റിമീറ്റർ സ്ക്വയറിനുള്ള മേക്കിംഗ് ചാർജ് എന്ന് പറയുന്നത് നമ്മൾ കണ്ടുപിടിച്ചു. എത്രയാണ്? 50 രൂപയാണ്. ശരിയല്ലേ? 10 സെൻറ്റിമീറ്റർ സ്ക്വയറിനായിരുന്നു 500 രൂപ. അതേ 500 ഡിവൈഡ് ബൈ 10 ചെയ്തപ്പോൾ നമുക്ക് 1 സെൻറ്റിമീറ്റർ സ്ക്വയറിന് 50 രൂപയെന്ന് കിട്ടി. നമുക്ക് മൊത്തം എത്ര സെൻറ്റിമീറ്റർ സ്ക്വയർ ഉണ്ട്? 9 സെൻറ്റിമീറ്റർ സ്ക്വയർ ഉണ്ട്. Therefore, labor charge for making inside square is equal to എന്ത് ചെയ്യണം? ₹50 ഇൻറ്റു നമുക്ക് എത്ര സെൻറ്റിമീറ്റർ സ്ക്വയർ ഉണ്ട്? 9 സെൻറ്റിമീറ്റർ സ്ക്വയർ ഉണ്ട്. ശരിയല്ലേ? അതായത് ₹50 ഇൻറ്റു 9, അതായത് ₹450. അപ്പോൾ നമ്മളിവിടുത്തെ മേക്കിംഗ് ചാർജ് എത്രയാണ്? 450 രൂപയാണ് 9 സെൻറ്റിമീറ്റർ സ്ക്വയർ മേക്ക് ചെയ്യാനുള്ള ചാർജ്. മനസ്സിലായോ? ഈ 1 സെൻറ്റിമീറ്റർ സ്ക്വയർ കണ്ടുപിടിച്ചാൽ ഡൗട്ട് ഉണ്ടോ? സിമ്പിളായിട്ട് ആലോചിച്ച് നോക്കിയേ. 10 പേനയ്ക്ക് 500 രൂപയാണ് എന്ന് അസ്യൂം ചെയ്ത് നോക്കിയേ. 10 പേനയ്ക്ക് 500 രൂപയാണ്. അങ്ങനെയാണെങ്കിൽ ഒരു പേനയുടെ വില എങ്ങനെ കണ്ടുപിടിക്കാം? 500 ഡിവൈഡ് ബൈ 10 ചെയ്താൽ പോരെ. അതേപോലത്തെ കൺസെപ്റ്റ് ഇവിടെ ആലോചിച്ചാൽ മതി.
500 രൂപ എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ സ്ക്വയറിനാണ്. നമുക്ക് 1 സെൻറ്റിമീറ്റർ സ്ക്വയറിന് എത്ര രൂപയെന്ന് കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി? 500 ഡിവൈഡ് ബൈ 10 ചെയ്തു. മനസ്സിലായോ? അതിനുശേഷം 1 സെൻറ്റിമീറ്റർ സ്ക്വയർ 50 രൂപയാണെങ്കിൽ 9 സെൻറ്റിമീറ്റർ സ്ക്വയറിന് 50 ഗുണനം 9. ശരിയല്ലേ?